والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ, സമസ്ത കേരള ജമിയത്തുൽമയുടെ മുശാവറംഗങ്ങൾ, സ്നേഹനിധിയായ സ്വാമി, മറ്റൊരു വേദിയിൽ ഉപേക്ഷയായ പ്രമുഖരാവുന്ന പണ്ഡിതന്മാർ, മറ്റു വ്യക്തിത്വങ്ങൾ, മത രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനികളും, ബഹുമാനമുള്ളവരെ, വളരെ പ്രൗഢമായ അതോടൊപ്പം വളരെ മുബാറക്കായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടി. അള്ളാഹുവിൻ്റെ വിശുദ്ധാത്മാക്കൾ, മലായിക്കത്ത് അടക്കമുള്ള സർവ മുഖദ്ദസ്തായ അർവാഹികളും ഈ രംഗത്തിന് സാക്ഷിയായിക്കൊണ്ട് ഈ സദസ്സിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വളരെ സൗകര്യപ്രദമായ നിലയ്ക്ക് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള ന്യൂനത നിർമ്മാണ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യകളൊക്കെ നിർമ്മിക്കപ്പെടാറുള്ളത്. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ പഴയ കാലത്ത് നമ്മുടെ പള്ളികളൊക്കെ നിർമ്മിക്കപ്പെട്ടത് അന്നത്തെ കാലഘട്ടത്തിലുള്ള തച്ചു ശാസ്ത്രവും അതുമായി ബന്ധപ്പെട്ടവർക്കുള്ള രൂപകൽപ്പന പ്രകാരം. അതാണ് നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ പള്ളി വളരെ ബഹുമാനത്തോടുകൂടി നിർമ്മിക്കാൻ വേണ്ടി നമുക്കതിൻ്റെ രൂപകൽപ്പന ചെയ്തു തന്നത് നമ്മുടെ പ്രിയങ്കരാവുന്ന മുസ്ലിം സുഹൃത്തുക്കളായി. അപ്പൊ അവര് അമ്പലത്തെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പള്ളിയും ബഹുമാനിച്ചുകൊണ്ടിട്ടാണ് അന്ന് പള്ളികളൊക്കെ നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരു അമ്പലത്തിൻ്റെ സ്വഭാവത്തിൽ പള്ളി നിർമ്മിക്കപ്പെട്ടത്. അതൊരു കുഴപ്പമുള്ള സംഗതിയല്ല. അത് അന്നത്തെ ആ തത്വശാസ്ത്രം അനുസരിച്ച് രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. വളരെ ആദരവോടുകൂടിയാണ് നമ്മളെ മുസ്ലിം സുഹൃത്തുക്കളാവുന്ന ആശാരിമാരും അന്ന് രൂപകൽപ്പന ചെയ്യുന്ന ആളുകളൊക്കെ പള്ളിക്ക് പള്ളിൻ്റെതായ ഒരു ആദരവും ബഹുമാനമൊക്കെ ഈ രൂപത്തിലാണ്. കാരണം അവരുടെ ആരാധനയത്തിൻ്റെ രൂപം എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ ആവണം. അത് കുഴപ്പമുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് അങ്ങനെ നിർമ്മിക്കപ്പെട്ടത്. അത് അന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെ അത് അംഗീകരിച്ചു. അവരൊക്കെ അത് ആ നിലക്ക് നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകളൊക്കെ പള്ളിയായി കൊണ്ട് ഉപയോഗിച്ചു. അതിനെ ആദരിക്കപ്പെടേണ്ട ഒന്നായതുകൊണ്ട് ആദരിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്നതായ ആളുകളാവുന്ന നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ അതിൽ ഇതുപോലുള്ള തത്വശാസ്ത്രം അറിയുന്നവരും അന്ന് രൂപകൽപ്പന ചെയ്യുന്ന ആളുകളൊക്കെ ആ നിലക്ക് രൂപം നൽകും. അല്ലാതെ അമ്പലം പള്ളിയായി പിടിച്ചെടുത്തതല്ല. അത് മനസ്സിലാക്കി അങ്ങനെ ചില ആളുകൾ പറയുന്നു. അപ്പൊ അത് അന്ന് നിൽക്കാണ് അതിനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള പുതിയ നിർമ്മാണ രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ഏത് ബിൽഡിങ്ങുകളാണെങ്കിലും അത് നിർമ്മിക്കപ്പെടാം. അപ്പോൾ നമ്മൾ പഴയ പള്ളികളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ അത് ജീർണിച്ച് നശിക്കാനായിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സാംസ്കാരിക സമ്മേളനമായതുകൊണ്ട് മത സൗഹാർദ്ദത്തിനെ വിളിച്ചോതുന്ന രൂപത്തിലായിരുന്നു അന്ന് നമ്മുടെ പള്ളികളൊക്കെ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള സൗകര്യങ്ങൾ ഷാരിയായിട്ട് ഷറൈനെതിരല്ലാത്ത സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടും. അതിപ്പോൾ നമ്മൾ കണ്ടുപയോഗിക്കാൻ പഠിച്ചെന്നാരെയും പറയും, അറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അവനെ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലം എവിടെയെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഓണം പാർക്ക് അല്ലെങ്കിൽ മറ്റു വല്ല സ്ഥലത്തും. അപ്പം അത് പിന്നെ AC ഉപയോഗിക്കാൻ പാടില്ല, ഫാൻ ഉപയോഗിക്കാൻ പാടില്ല. വ്യാപാരമൊക്കെ പിന്നെ കൗമുന്തോടത്ത് പോയി വിശരി ഒന്നുകൊണ്ടാണ് വീതിയില്ല. അത് ഈ മണ്ണെണ്ണ വിളക്കിയെന്ന് ഇവിടെ പഴയ കാലത്ത് കത്തിച്ചിരുന്നത്. അപ്പം അതൊന്നും പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ നയമല്ല. നമ്മൾ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശറഈയായ നിലക്ക് എതിരില്ലാത്ത, ശറഈ എതിർക്കാത്ത ഏതെല്ലാം നൂതനമായ സൗകര്യങ്ങളുണ്ടോ, ശാസ്ത്രീയമായ സൗകര്യങ്ങളുണ്ടോ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കിന്ന് അതേ കഴിയുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത് ആ ശാസ്ത്രീയമാവുന്ന സൗകര്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. നമ്മൾ മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്ന അമ്പിയാവ് അവരൊക്കെ ഉപയോഗപ്പെടുത്തിയത് ഇതുപോലുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന പുതിയ സൗകര്യങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയത്. അവര് ആവശ്യത്തിൽ ആകാശത്തിൽ കൂടി പറന്നവരുണ്ട്, അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതുള്ള വാഹനം അവർ ഉപയോഗിച്ചില്ല. റസൂവ മിഅ്റാജിന്റെ രാത്രിയിൽ ഒരു ബഹിരാകാശ സഞ്ചാരമില്ല റസൂവ നടത്തിയത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലൊരു വാഹനം ഉപയോഗിച്ചിട്ടല്ല. ഇന്ന് ബഹിരാകാശ സഞ്ചാരകന്മാര് അവരെ വീശിക്കൊണ്ടിരിക്കുന്നതായ പ്രത്യേകമാകുന്ന ഒരു ഓഫീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഇലാഹിയാവുന്ന ഒരു വീക്ഷണം, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രത്യേക വീക്ഷണത്തിലായിട്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച മഹാന്മാരാവുന്ന മലായികത്തിന്റെ വീക്ഷണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുസാന്നിധ്യവും ഈ ലോകത്ത് നടക്കുന്ന ഭരണത്തിന്റെ അള്ളാഹുവിന്റെ ഭരണ വ്യവസ്ഥിതിയൊക്കെ ആ സ്ഥലത്ത് പോയി മനസ്സിലാക്കി. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് വിളിപ്പിച്ചു. അത് ഇന്നത്തെ പോലുള്ള ഏതെങ്കിലും പേടകമൊന്നും ഉപയോഗിച്ചിട്ടല്ല. കാരണം റസൂലുള്ളാഹിക്ക് അങ്ങനത്തെ ഒരു പേടകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഈമാനിനെ വളർത്തിയെടുത്താൽ ആ ഈമാൻ പുതിയൊരു ടെക്നോളജിയാണ്. അന്ന് മൈലുകൾ അപ്പുറത്തുള്ളവരോട് സംസാരിച്ച് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, നമുക്കതൊക്കെ അന്ന് കേൾക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ചില പ്രയാസങ്ങൾ ചില ആളുകൾക്കുണ്ടാവും. ആ പ്രയാസമൊന്നും ചില ആളുകൾക്കുണ്ട്. അതാണ് വിദേഹത്തിന്റെ ആശയങ്ങളൊക്കെ. അപ്പൊ അത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു പ്രയാസകരമായ ഒരു സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കണില്ല. കാരണം എന്തുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രീയമായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരോട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. വികസിപ്പിച്ചെടുത്ത ചില അതിൻ്റെ യന്ത്രങ്ങളുണ്ട്. അത് വയറുള്ളതായാലും വയറില്ലാത്ത ഫോണായാലും അങ്ങനത്തെ ഫോണുകളോ മറ്റുള്ള ടെലികമ്മ്യൂണിക്കേഷന്റെ മറ്റ് എന്തെല്ലാം അതിൻ്റെ സാമഗ്രികളുണ്ടോ അതൊക്കെ തന്നെ. എന്നാൽ ഇത് മഹാന്മാരാവുന്ന ആളുകൾ, മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല മദീനത്ത് ഖുതുബോധുള്ള സമയത്ത് അവരെ പിന്നെ പട്ടാളത്തിന് നോക്കി യുദ്ധത്തിലയച്ച് അവരെ നോക്കുമ്പോൾ അവര് ശത്രുപക്ഷത്തുള്ളവരെ ആക്രമിക്കാൻ വരുന്നതാണ് കാണുന്നത്. ഉടനെ വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ. അത് ആ നിർദ്ദേശം മഹാനാവുന്ന സാരിയ റളിയല്ലാഹു തആല അൻഹു കേൾക്കുകയും ചെയ്തു.
റളിയല്ലാഹു തആല അൻഹു ആ നിർദ്ദേശം, അദ്ദേഹം ഇതും പട്ടാള തലവൻ, ആ നിർദ്ദേശം അനുസരിച്ചു അദ്ദേഹം പ്രവർത്തിച്ചു, യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയും. അന്നിങ്ങനെ വയറുള്ള ഫോണോ വയറില്ലാത്ത ഫോണോ മറ്റു ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മറ്റു സാമഗ്രികളൊന്നുമില്ല. പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തിലുള്ള സംഭവങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് ഇരുന്നുകൊണ്ട് ലൈവായിട്ട് ഇപ്പൊ നമ്മൾ ടെലിവിഷനിലൊക്കെ കാണുന്നത് റസൂൽ പറഞ്ഞു കൊടുക്കണം, ഇത് അവിടെ അതാണ് സംഭവിച്ചത്, ഇതാണ് സംഭവിച്ചത്, ഇന്നവൻ മരിച്ചു, ഇന്നവൻ മരിച്ചു, ഇന്നവൻ മരിച്ചു. അപ്പൊ ഈ പുതിയ ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രീയമായി ഭൗതികമാവുന്ന അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ വികസിപ്പിച്ചെടുത്തതിനേക്കാൾ വലിയ ടെക്നോളജികളായിരുന്നു മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയ ഒക്കെ ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ളതായ ടെക്നോളജികളും മറ്റൊക്കെ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കണോണ്ട് ശറഈയായ നിലക്ക് ശറഈനെതിരില്ലാത്താണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഒരു യഥാർത്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും വഴിപ്പെടുന്ന അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികളോടും എല്ലാ നിലക്കും കരുണ കാണിക്കുന്ന സ്വഭാവക്കാരാവുന്ന ആളുകളാണ് പള്ളിയിൽ ഉണ്ടാവേണ്ടത്. യുഹിബ്ബൂന അൻ യതതഹറൂന, എല്ലാ വിശുദ്ധി ഉണ്ടാകുന്ന ആണുങ്ങൾ മാത്രമാണ് പള്ളിയിൽ ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാ വിശുദ്ധിനെയും ഇഷ്ടപ്പെട്ടു വരുന്നവർക്ക് ആ വിശുദ്ധി ഉണ്ടാക്കാൻ പറ്റിയതായ അതിന്റെ ഒരു കേന്ദ്രമാണ് പള്ളി എന്നുള്ളത്. അത് ചില സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യുമ്പോൾ ആ വിഭാഗത്തിലേക്ക് പ്രത്യേകമാവുന്നതായ ഒരു അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശക്തിപ്പെടുത്തലുണ്ടാവും. കാരണം ഈ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അല്ലാഹുവിന്റെ മഹത്തുക്കളാവുന്ന മലായിക്കത്തും വിശുദ്ധാത്മാക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അപ്പൊ പൂർണ്ണാത്മാക്കളോടുകൂടെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അപൂർണമായ ആത്മാക്കൾക്ക് ഈമാനിയാവുന്നതായ ഒരു ഉത്തേജനം അത് ലഭിക്കപ്പെടും. അപ്പൊ നമുക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ലഭിക്കപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ പ്രത്യേകമാവുന്ന ഒരു ഈമാനിയാവുന്നവർക്ക് ഇഖ്ലാസ് വർദ്ധിപ്പിക്കപ്പെടാതെയും ആ വിഭാഗത്തിന് നെയ്യത്ത് ശക്തമത്തായ നെയ്യത്താക്കാനൊക്കെ നമുക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വന്നാൽ പിന്നെ ആ ഈമാനെ സംരക്ഷിക്കപ്പെടണമെന്നുണ്ട്. ആ ഈമാനെ സംരക്ഷിക്കപ്പെട്ട് ആ ഈമാന്റെ പ്രഭകള് അവന്റെ ഹൃദയത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ. ഹൃദയത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഇത് ചില സ്വഭാവങ്ങൾ ഒഴിവാക്കണം. അപ്പൊ വൃത്തികെട്ട ഏതെല്ലാം സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങൾ മുഴുവനും ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് നന്മകളാവുന്ന സ്വഭാവങ്ങളെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും വേണം. അപ്പൊ കിബിർ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല, ഹസദ് ഉണ്ടാവാൻ പാടില്ല, രുചിമുണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഒക്കെ എതിരാവുന്ന ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളെ നമ്മളെ ഹൃദയത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കണം. അത് മാത്രം പോരാ. അങ്ങനെ ഈമാൻ വളരുമ്പോൾ ആ ഈമാന്റെ വളർച്ച അത് എന്താവണം, നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും ആ വളർച്ച ചെന്നെത്തണം. അതായത് ആ അവയവങ്ങളിൽ അതിന്റെ ഗുണങ്ങൾ കാണപ്പെടണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണ് അള്ളാഹു നിരോധിച്ച സംഗതി, അത് ഹറാമായി നിരോധിക്കപ്പെട്ടതാവട്ടെ, കറാഹത്തായി നിരോധിക്കപ്പെട്ടതാവട്ടെ, ഖിലാഫുൽ അവലിയായി നിരോധിക്കപ്പെട്ടതാവട്ടെ, ആ നിരോധിക്കപ്പെട്ട ഒന്നിലേക്ക് അവന്റെ കണ്ണ് തിരിച്ചാൽ ആ കണ്ണ് ആ സാധനം നോക്കാൻ വഴിപ്പെടില്ല. യഥാർത്ഥ മുഅ്മിന്റെ കണ്ണിന്റെ സ്വഭാവമാണ്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് അതൊരു ഹറാമോ അല്ലെങ്കിൽ കറാഹത്തോ ഖിലാഫുൽ അവലിയാവുന്ന സംഗതി കാണാൻ റസൂലുള്ളാഹിന്റെ കണ്ണുകൊണ്ട് കഴിയൂല. കണ്ണതിന് വഴിപ്പെടൂല. ചെവിന്റെ സ്വഭാവം അങ്ങനെ ആവണം. അങ്ങനെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച ഒരു സംഗതി ചെയ്യാൻ വേണ്ടി ആ അവയവത്തിനെ ഉപയോഗിച്ചാൽ ആ അവയവം അതിന് വഴിപ്പെടാതിരിക്കണം. ഇതാണ് യഥാർത്ഥ മുഅ്മിന്റെ ക്വാളിറ്റി. ഇപ്പൊ കക്കാൻ പോണ ഒരുത്തും കൈകൊണ്ടാണ് കക്കരുന്ന് നിൽക്കുക. അപ്പൊ കൈ കൊണ്ട് കക്കാൻ വേണ്ടി കളവ് മുതൽ എടുക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചാൽ അവന്റെ കയ്യിൽ വഴിപ്പെടാൻ പാടില്ല. ആ നിലക്ക് ഈമാന്റെ പ്രഭ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് യഥാർത്ഥ മുഅ്മിൻ. അങ്ങനത്തെ യഥാർത്ഥ മുഅ്മിൻ അവൻ എല്ലാ ജനങ്ങളോടും, അത് നമ്മളെ മതക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ, മനുഷ്യർ എന്നുള്ള നിലക്ക് എല്ലാവരോടും
നമ്മൾ കാണിക്കേണ്ടതായ ചില ഗുണങ്ങളും നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകളും ചില കടപ്പാടുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പൂർണ്ണമായും കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുക. അതാണ് ഒരു പള്ളിയോടെ നിർമ്മിക്കപ്പെടുമ്പോൾ എല്ലാ മതസ്ഥരും സന്തോഷിക്കും എന്ന് പറഞ്ഞത്. കാരണം എന്തുകൊണ്ട് യഥാർത്ഥ ഒരു ഭൂമിനാവുമല്ലോ ഈ പള്ളിയിൽ നിന്ന് വളർന്ന് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരുത്തരുണ്ടായി നമുക്കും ഗുണമായിരിക്കും. നമ്മൾക്കും അവൻ നിന്നിട്ട് ഏതെങ്കിലും നിൽക്കുന്ന ഒരു അക്രമം ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കും. ഇവിടുത്തെ മൃഗങ്ങൾ സന്തോഷിക്കും. കാരണം മൃഗങ്ങൾക്ക് ചില കടപ്പാടുകൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അത് നമ്മളിൽ നിന്ന് ലഭിക്കപ്പെടുമല്ലോ, യഥാർത്ഥ ഭൂമിയിൽ നിന്ന് ലഭിക്കപ്പെടുന്നവർക്ക് മൃഗങ്ങൾ സന്തോഷിക്കും. ഇവിടുത്തെ മരങ്ങൾ സന്തോഷിക്കും, ഇവിടുത്തെ സസ്യങ്ങൾ സന്തോഷിക്കും, ഇവിടുത്തെ മണ്ണ് സന്തോഷിക്കും, പുഴ സന്തോഷിക്കും. കാരണം വെള്ളത്തിനോട് ചില കടപ്പാടുകൾ നമുക്കുണ്ട്. അത് വെള്ളം മഴ പെയ്യുന്ന സമയത്താണെങ്കിലും ഇനി കടലിന്റെ അടുത്താണെങ്കിലും പുഴയിലാണെങ്കിലും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിലധികം ഉപയോഗിക്കാൻ പാടില്ല. അതിന് മിതത്വം പാലിക്കണം. അപ്പൊ വെള്ളത്തിനോടുള്ള കടപ്പാട് നിർവഹിക്കുന്ന ആളായിരിക്കും യഥാർത്ഥ ഭൂമിയിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ വെള്ളത്തിലേക്കും സന്തോഷമായിരിക്കും. അപ്പൊ ലോകത്തുള്ള എല്ലാ അള്ളാഹുവിന്റെ മഹലൂക്കാത്തുകൾ, എല്ലാ അള്ളാഹുവിന്റെ സർവ്വചരാചരങ്ങളും പൂർണ്ണമായും കൊണ്ട് സന്തോഷിക്കുന്ന ഒരു സമയമാണ് പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നുള്ളത്. കാരണം പള്ളിയിൽ നിന്ന് വളർത്തപ്പെടുന്നത് വളരെ ഉന്നതമാവുന്ന സംസ്കാരങ്ങളാണ്. ആ ഉന്നതമാവുന്ന സംസ്കാരങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തന്നത്. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പലരും വിമർശകർ പലരും പറഞ്ഞിട്ടുണ്ടാവാം, നബിനെ ആക്ഷേപിക്കുന്നവര്, ആക്ഷേപം എല്ലാവർക്കും ഉണ്ടാവും, വിമർശനം എപ്പോഴും ഉണ്ടാവും. അപ്പൊ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ പറഞ്ഞു, നബിയെ പറ്റി എന്ത് പറഞ്ഞു? യുദ്ധക്കൊതിയനാണ്. നബി യുദ്ധക്കൊതിയനല്ലായിരുന്നു. ഒരു യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, അതുണ്ടാവുമല്ലോ. അപ്പൊ ഏത് രാഷ്ട്രങ്ങളും ആ രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്ലാമിക സാമ്രാജ്യത്തിന് സംരക്ഷിക്കുന്ന റസൂലുള്ളാഹിന്റെ കടമയായിരുന്നു. അതാണ് അള്ളാഹുവിന്റെ മുർസലീങ്ങൾക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. റമദാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വിശുദ്ധി പൂർണ്ണമായി കൊണ്ടിട്ട് അവര് നമ്മൾ സാധനം ചാർജ് ചെയ്യണമായിരിക്കൊക്കെ ഇടത്. നമ്മളെ ഹൃദയത്തിനെ ഈമാന്റെ പ്രകാശം കൊണ്ട് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചെയ്യപ്പെട്ടതായ ചാർജ് അടുത്ത റമദാൻ വരെ സംരക്ഷിക്കപ്പെടാൻ നമുക്ക് കഴിയണം. ആ നിലക്കുള്ള ആത്മീയമാവുന്ന വിശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിന് നമ്മുടെ പള്ളികളൊക്കെ ഉപയോഗിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.